തീരുമാനിച്ചിരിക്കുകയാണ് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഞാൻ റീച്ചിന് വേണ്ടി ചെയ്യാത്തൊരു വീഡിയോ റീച്ച് ആണെന്ന് പറഞ്ഞ നിനക്ക് ഓക്കെ, ഇനി മുതൽ ഞാൻ റീച്ചിന് വേണ്ടി ചെയ്യാം. നീ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞതൊന്നും ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞില്ലാണ്, ഒന്നും ഇട്ടില്ല എന്ന് പറഞ്ഞ കുറെ ചേട്ടന്മാർ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അത് ഞാൻ കാണിച്ചു കേട്ടോ. ആ ചാറ്റാണ് ഈ വീഡിയോയിൽ ഇടാൻ പോകുന്നത്. ഞാൻ ഇതുവരെ ഈ വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടില്ല, കാരണം എനിക്ക് അതിലൂടെ ഏൺ ചെയ്യണം എനിക്കില്ലായിരുന്നു. പക്ഷേ നിന്റെ കണ്ടന്റ് കൊണ്ട് എനിക്ക് അരി മേടിച്ച് തിന്നാം. ഞാൻ കണ്ടന്റിന് വേണ്ടി ചെയ്തു, മോള് റീച്ച് ആവാൻ വേണ്ടി ചെയ്തു എന്നൊക്കെ നിന്റെ വീട്ടുകാരൊക്കെ പറഞ്ഞില്ലേ. സോ അതാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ വെറുതെ ഇട്ടൊരു റീലാണ്. അതിനാണ് എന്നെ ഇത്രയും തെറി വന്നിരുന്ന് വിളിച്ചത്, ഒരാവശ്യവുമില്ലാതെ. പിന്നെ അവനെ ഞാൻ എന്തോ ചെയ്യണം? അങ്ങനെയുള്ള അവൻ പാവം മോനാന്ന് വിചാരിച്ചിട്ട് ഞാൻ മിണ്ടാതിരിക്കണോ? ചെറിയ കുട്ടിയാണെന്ന് വിചാരിച്ചിട്ട് സോറി, എന്നെ കൊണ്ട് പറ്റത്തില്ല. ഗൈസ്, അവൻ പിന്നെ എന്റെ എല്ലാ വീഡിയോസ് എടുത്തിട്ട് അതേ തെറിയെന്നെ പിന്നെ വിളിച്ചുകൊണ്ടിരിക്കാൻ ഒരു കാര്യം പറഞ്ഞിട്ട്. സോ നിന്നോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നീ 100 kg ഡെഡ് ലിഫ്റ്റ് ചെയ്തതിന് ഞാനൊരു തലയും കുത്തനെ നിൽക്കണം. നീ നാലോചിച്ചു, നീ എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് നീ 100 kg ഡെഡ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നിനക്ക് അവാർഡ് എടുത്ത് തരുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? എന്നാ ഇല്ല. പിന്നെ ഇപ്പൊ നിനക്ക് അവാർഡ് വന്നിട്ട് വേണമല്ലോ, നിന്റെ വീട്ടുകാർക്ക് വേണേൽ കൊടുക്കാം. കാരണം നിന്നെ പോലത്തെ ഒരെണ്ണത്തിനെ സോ അതിന് കൊടുക്കാം. പിന്നെ നീ വിളിച്ച തെറി നീ എന്റെ മുന്നിൽ വന്നിട്ട് വിളിക്ക്, അപ്പൊ ഞാൻ നിനക്ക് അതിനുള്ളത് തരാം. അല്ലാതെ ഈ കമന്റ് ബോക്സിൽ കിടന്ന് മെഴുകല്ലേ കേട്ടോ. ഇനി നീ വിളിച്ചാ നീ വിവരം അറിയും. ഇനി നീ വിളിച്ചാ നീ വിവരം അറിയും കേട്ടോ. നിന്നെ കൊണ്ട് ചെയ്യാൻ ഈ തെറി വിളിക്കുന്നതിന് സൈബർ സെല്ലിൽ കംപ്ലൈന്റ് സൈബർ ഞാൻ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ചെയ്യാൻ പറ്റുവാടാ, ഞാൻ വിളിക്കുന്നില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്ന ചെയ്യും. നിനക്ക് തോന്നിയാസം വിളിച്ചറിയാനുള്ളതാണ് എന്റെ കമന്റ് ബോക്സ്. അത് തോന്നിയാസം വിളിച്ചറിയാനുള്ള എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്റെ പോരേച്ചെന്ന് നോക്കണം കേട്ടോ. അല്ലാതെ ഇവിടെ വന്നിട്ട് ഉണ്ടാക്കല ഉണ്ടായി. പിന്നെ നിന്നെ പേടിക്കാൻ എനിക്ക് സൗകര്യമില്ല. ഓ, നിന്റെ വീട്ടിൽ 10 ആൾക്കാർ ചോദിക്കാനുള്ളതുകൊണ്ടാണല്ലോ കണ്ടൊരു കമന്റ് ബോക്സിൽ വന്ന് തന്തക്കും നടക്കും പറയണം അല്ലേ. നീ കംപ്ലൈന്റ് കൊടുക്കടാ. ചെല്ല്, നിന്റെ ഇത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നില്ലേ, നീ കംപ്ലൈന്റ് കൊടുക്കുമോനെ. സോ നീ കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുക്കൂ. എനിക്കെന്താ, നീ കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുക്കും. നാളെ ഞാൻ കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുക്കണ്ടല്ലോ. സോ എനിക്കിട്ട് കിടക്കട്ടെ, നീ കംപ്ലൈന്റ് കൊടുക്കുക കേട്ടോ. രോഹിത് രാജ് മോനുള്ള ഞാൻ നാളെ ഏതായാലും തരാം കേട്ടോ. ചെയ്യടാ, നീ എടുത്തോളൂ. നിന്നോട് എന്താ കാര്യം പറഞ്ഞു? എന്റെ മുഖം ഞാൻ കണ്ണാടി നോക്കാറുണ്ട്, നിന്നെ മുഖം നീ എതിലാ നോക്കാറ് എനിക്കറിയത്തില്ല. രോഹിത് രാജിന് എന്താണ് രോഹിത് രാജ് വേണ്ടത്? ആണോ ലൊക്കേഷൻ അയച്ചാൽ വരുമോ ചേട്ടൻ? നാളെ എന്തായാലും ഞാൻ ഒരു ലൊക്കേഷൻ അയക്കാം. അപ്പോൾ എന്തായാലും വരണേ. നിന്റെ പോലെ വെറുതെ വീട്ടിലിരുന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കാനല്ല എൻ്റെ പണി. ഞാൻ വർക്കിന് വന്നതാണ്. നീ തുരുതുരാന്ന് വിളിച്ചോണ്ട് മെസ്സേജ് കൊണ്ടിരുന്നാലും പറ്റുകയാണെങ്കിൽ നിന്റെ നമ്പർ അയക്കും, ഞാൻ വിളിക്കാം. സൗകര്യമില്ല എന്നാൽ പിന്നെ എൻ്റെ കോൾ എടുക്കാൻ എനിക്ക് സൗകര്യമില്ല. അല്ല പിന്നെ അത് നമ്പറൊക്കെ സൗകര്യമില്ലെങ്കിൽ എനിക്ക് കോൾ എടുക്കാനും സൗകര്യമില്ല. കേസാക്കാനാണ് താല്പര്യം. നോ കോംപ്രമൈസ് ഇല്ല. നീ കോംപ്രമൈസ് പറയാൻ നീ ആരാ കോംപ്രമൈസ് പറയാൻ? നിന്നെ ഞാൻ അങ്ങോട്ട് വന്ന് ചോദിച്ചോ? നിന്റെ കമന്റ് ബോക്സിൽ വന്ന് ഞാൻ കമന്റ് ഇട്ടോ കോംപ്രമൈസ് ചെയ്യാൻ നടക്കുന്നു ആണോ? 10-15 കേസുള്ള നീയല്ലേ? ഓക്കെ ശരി, കേസ് കൊടുക്കാം. നിനക്കൊരു 16ാമത്തെ കേസും കൂടി ആവട്ടെ, സന്തോഷമുള്ള കാര്യം. ഓ ആയിക്കോട്ടെ, കേസ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സംസാരിക്കാം. 15 കേസൊക്കെ ഉള്ളതുകൊണ്ട് നിനക്ക് വക്കീലൊക്കെ കയ്യിലുണ്ടാവില്ലേ, അപ്പൊ പിന്നെ കുഴപ്പമില്ല. നീ രാത്രി പണിയാൻ പറ്റും. പണിയുടെ നായേ പണി നീ എടുത്ത് സ്റ്റോറി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. എടുത്ത് സ്റ്റോറി ഇട്ട് നീ ആരെന്ന് ഞാൻ നോക്കട്ടെ. നീ സ്റ്റോറി ഇത് ഈ വിളിക്കുന്നതിനൊക്കെ നേരിട്ട് മുന്നിൽ കാണുമ്പോൾ നിനക്ക് തരാം. ഓക്കെ ശരി, നേരിട്ട് കാണാലോ. നാളെ കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ പിന്നെ നിന്നെ വിളിപ്പിക്കുമ്പോൾ നേരിട്ട് കാണാലോ. നോ വേ, സ്റ്റോറി വിളിച്ചാൽ ഒരു കളിയും ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് നോക്കാലോ. നിന്റെ അക്കൗണ്ടിലുള്ളവരെന്നെ അങ്ങനെ കൊല്ലുമോ എന്ന് നമുക്ക് നോക്കാം. പോലീസുകാർ പറയുകയാണെങ്കിൽ ഞാൻ ഡിലീറ്റ് ചെയ്യും. അല്ലാതെ നിന്റെ ഭീഷണി മേടിച്ച് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിന്നെ വിളിക്കുന്നില്ല, നിന്നെ വിളിക്കാൻ കുറെ പേരുകളുണ്ടെങ്കിൽ ഞാൻ വിളിക്കുന്നില്ല കേട്ടോ. അത് ഈ വൃത്തികെട്ട പ്രൊഫൈലൊക്കെ എടുത്തിട്ട് എനിക്ക് ഫോളോവേഴ്സ് കിട്ടേണ്ട ഗതികേട് എനിക്കില്ല. സീരിയസ്ലി എനിക്ക് ആ ഗതികേടില്ല. എനിക്ക് നിന്റെ പോലെ ഇൻസ്റ്റഗ്രാമിൽ ചിലക്കാൻ വയ്യ. സീരിയസ്ലി നേരിട്ട് കാണുമ്പോൾ പറയാം. പിന്നെ നിന്റെ മുഖം കാണുമ്പോൾ എനിക്ക് പോയിട്ട് പൂജിക്കാനുള്ളതുണ്ട്. അത് സാരമില്ല. 16 വയസ്സായിക്കോട്ടെ 17 വയസ്സായിക്കോട്ടെ ഏത് വയസ്സായാലും രോഹിത് രാജ് മോൻ പറഞ്ഞതിന് മോന് കിട്ടും. നോ, ജസ്റ്റ് ഒരു കമന്റ് അല്ല. അത് കഴിഞ്ഞ് എന്നെ വിളിച്ച തെറികളൊക്കെ വിടാനൊന്നും പറ്റത്തില്ല. വിടൽ നടക്കൂലല്ലോ. വീട്ടുകാർ പറഞ്ഞു, എന്നെ പറഞ്ഞു, എൻ്റെ അച്ഛനെ വരെ നീ മോശമായി പറഞ്ഞു. സോ പറ്റത്തില്ല. 17 വയസ്സല്ലേ ഉള്ളത്, സീനില്ലല്ലോ. സാരമില്ല 10ാം ക്ലാസ്സിലല്ലേ. 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് 16 വയസ്സ്. നേരത്തെ നീ ചേച്ചിന്നൊന്നല്ലല്ലോ വിളിച്ചെന്നെ, നേരത്തെ വേറെന്തോ അല്ലേ വിളിച്ച. നേരത്തെ നീ പറയുന്നുണ്ടല്ലോ നിനക്ക് വേറെ 15 കേസുണ്ടെന്ന്. അപ്പം അതെങ്ങനെ?
നേരത്തെ നീ പറയുന്നുണ്ടല്ലോ നിനക്ക് വേറെ 15 കേസ് ഉണ്ടെന്ന്, അപ്പം അതെങ്ങനെയാ? നോ, ഇതിൽ റിഗ്രറ്റ് ഇല്ല മോനെ രോഹിത്തെ, ഇതിന് റിഗ്രറ്റ് ഇല്ല. ഇതിൽ നിനക്ക് റിഗ്രറ്റ് അടിച്ചെന്ന് വെച്ചിട്ടോ വേറെ ആർക്ക് റിഗ്രറ്റ് അടിച്ചെന്ന് വെച്ചിട്ടോ കാര്യമില്ല. എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ നീ എൻ്റെ മുന്നിൽ വന്ന് ക്ഷമ ചോദിക്കണം. നീ എൻ്റെ വീട്ടിൽ കയറുന്നല്ലേ പറഞ്ഞേ? നമുക്ക് നോക്കാം. ഇതിൽ നിനക്ക് ചോദിക്കണം, നീ എൻ്റെ വീട്ടിൽ കയറുന്നല്ലേ പറഞ്ഞേ? നമുക്ക് നോക്കാം. നോ ഫ്ലോയിലൊന്നും അങ്ങനെ ആരെയും വിളിക്കത്തില്ല ഞാൻ. എനിക്ക് എന്നാ പിന്നെ നീ അത്രയും തെറി വിളിച്ചിട്ടും എനിക്കൊരു ഫ്ലോയിൽ നിന്നെ തെറി വിളിച്ചിട്ടില്ലല്ലോ. അതെന്തുകൊണ്ട്? എനിക്ക് തിരിച്ചും തെറി വിളിക്കാൻ ഒരു അവസരം ഉണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ട് ഞാൻ വിളിച്ചില്ല? എനിക്ക് എന്താ ഫ്ലോ ഒന്നും ഇല്ലേ? നിനക്ക് മാത്രമേ ഫ്ലോ ഉള്ളൂ. അറിയാത്തവരെ വന്ന് തെറി വിളിക്കാന്നുള്ള ഇതാണോ? കോഴിക്കോടാണ്, കോഴിക്കോട് വരെ പൈസ മുടക്കി വരാം. എന്തായിരുന്നു എൻ്റെ മുഖം നിനക്ക് അറപ്പാണല്ലേ? കാണേണ്ടി വരും, എന്താ ചെയ്യാം. കോഴിക്കോടാണ്. നേരിട്ട് എൻ്റെ മുന്നിൽ നിന്ന് ക്ഷമ പറയണം പോലീസ് സ്റ്റേഷനിൽ നിന്ന്. എന്നാലേ ഞാനിത് വെറുതെ വിടും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നീ ചെയ്തത് എന്താണെന്നുള്ളത് നീ അനുഭവിച്ച് എന്നെ അറിയണം. നീ തിരുവനന്തപുരത്തേക്കോട്ടെ, അതെനിക്കൊരു പ്രോബ്ലം ഉള്ള കാര്യമല്ല. നീ ഡിലീറ്റ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തായിട്ട് എന്നെ നിനക്ക് പേഴ്സണലി അറിയോ? അയ്യോ സോറി എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം ഇനിയുള്ളത് രോഹിത്തെ? നാളെ രാവിലെ ഞാൻ സൈബർ സെല്ലിൽ പോകും, കംപ്ലയിൻറ്റ് കൊടുക്കും. രോഹിത്ത് ഇവിടെ വരും, എൻ്റെ അടുത്ത് ഇവിടെ വന്ന് രോഹിത്ത് മാപ്പ് പറയും. രോഹിത്ത് ആരൊക്കെ കൂട്ടിയിട്ട് വരാമെന്നല്ലേ പറഞ്ഞേ? അവരൊക്കെ കൂട്ടിയിട്ട് വാട്ടോ. അല്ല, എൻ്റെ വീട്ടുകാർ വിളിച്ചപ്പോൾ രോഹിത്തിന് ഈ ഫാമിലി ഒന്നും ഓർമ്മയില്ലായിരുന്നു? എൻ്റെ ഫാമിലീനെ എന്ത് വേണമെങ്കിലും രോഹിത്തിന് വിളിക്കാമെന്നുള്ള ലൈസൻസ് രോഹിത്തിന് ആരാണ് തന്നത്? നീ പോയി കേസ് കൊടുക്കുക. എന്താ പറയുക, ബ്രോ അങ്ങനെ ചെയ്യല്ലേ ബ്രോ. ഇപ്പം എന്താ ചേച്ചിയായോ? നേരത്തെ നീ ചേച്ചിന്നൊന്നല്ല വിളിച്ചത്. നീ ഒന്ന് ആലോചിച്ചത്, നീ എന്നെ എന്താ വിളിച്ചതെന്ന്? എന്ത് കൂട്ടിയിട്ടാണ് നീ വിളിച്ചതെന്ന് ആലോചിച്ചത്? സോറി, എനിക്ക് പ്രശ്നം ഉണ്ടാക്കണമല്ലോ, എനിക്ക് പ്രശ്നം ഉണ്ടാക്കണം. നീ ഇങ്ങനെ ഒന്നല്ല രോഹിത് രാജയെ നീ നേരത്തെ പറഞ്ഞത്. സോ രോഹിത് രാജ് എൻ്റെ മുന്നിൽ വരണം, മാപ്പ് പറയണം, രോഹിത് രാജ് പോവുക, എന്നിട്ട് അങ്ങോട്ട് പോവുക. ഫാമിലി അറിയുന്നോ നിൻ്റെ ആരറിഞ്ഞാലും എനിക്ക് നോ പ്രോബ്ലം. അവിടെ നിന്ന് എന്താ ട്രെയിനൊന്നും ഇല്ലേ? ട്രെയിനും ബസ്സൊന്നും ഇല്ലേ? രോഹിത് രാജ് കയറുക വരിക. ഇത് തെറിയെല്ലാം വിളിക്കുമ്പോൾ രോഹിത് രാജിനെ ആലോചിച്ചൂടെ? എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല രോഹിത് രാജ്? തെറി വിളിക്കുമ്പോൾ തോന്നിയ മാതിരി തെറി വിളിക്കുക, രോഹിത് രാജ് അങ്ങ് പോവുക. എന്താ അത്? പോലീസ് സ്റ്റേഷനിൽ വരിക, നേരിട്ട് വന്ന് സോറി പറഞ്ഞിട്ട് തീർക്കുക. പക്ഷേ അത് രോഹിത് രാജിന് 16 വയസ്സാണെങ്കിൽ മാത്രം ഞാൻ തീർക്കും, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് നമ്മൾ ആ കേസ് കൊണ്ടുപോകും. രോഹിത് രാജിന് ഒരു ശിക്ഷ കിട്ടുന്നത് വരെ. രോഹിത് രാജ് റീല് ഡിലീറ്റ് ചെയ്യുന്ന പരിപാടിയില്ല, അതിന് നിൻ്റെ മൊബൈലില്ല. സോ ഞാൻ റീല് ഡിലീറ്റ് ചെയ്യില്ല. നിൻ്റെ ആധാർ കാർഡും എനിക്ക് വേണ്ട, ഐഡൻറ്റി കാർഡും എനിക്ക് വേണ്ട. അതൊക്കെ നിൻ്റെ ആധാർ കാർഡും ഐഡൻറ്റി കാർഡും കിട്ടിയിട്ട് ഒന്നും കിട്ടാനില്ലല്ലോ രോഹിത് രാജേ. സോ നീ നാളെ പോലീസ് വിളിക്കുമ്പോൾ വരിക. നിന്നെ വിളിച്ചിട്ട് കിട്ടില്ലെങ്കിൽ നിൻ്റെ വീട്ടുകാർ വിളിക്കും. നീ വിചാരിക്കുന്നുണ്ടോ രോഹിത് രാജ് ഞാനിത് സ്ക്രീൻഷോട്ട് എടുക്കുന്നില്ല? ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ട്, സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സോ ഇതൊന്നും ഡിലീറ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. നീ എന്നെ പ്രൊവോക്ക് ചെയ്യാനാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ എൻ്റെ വായിൽ നീ ഒരു ചീത്തയും കേൾക്കത്തില്ല. കാരണം എനിക്കൊരാളും ചീത്ത പറയേണ്ട ആവശ്യമില്ല. നിൻ്റെ നമ്പർ ഇവിടെ വേവത്തില്ല. ഞാൻ പോലീസുകാർക്ക് നേരത്തെ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്, ഈ വോയിസ് സഹിതം കേൾപ്പിച്ചിട്ടുണ്ട്. നീ പോലീസുകാരടുത്ത് സംസാരിച്ചതാണ്. നിൻ്റെ റൂട്ട് ഇവിടെ നടക്കത്തില്ല. ഓക്കെ? പിന്നെ പാർട്ട് 2 വരും. പക്ഷേ രോഹിത് രാജ് മോൻ്റെ ഫോട്ടോസൊന്നും ഉണ്ടാവില്ല. പിന്നെ മോനെ വെച്ച് റീച്ച് ഉണ്ടാക്കുന്ന ആവശ്യം എനിക്കില്ല. നിനക്ക് 16 വയസ്സേ ഉള്ളൂ. നീ എന്നെ വിളിച്ച തെറി മൊത്തം ഇതിലുണ്ട്. പിന്നെ പോലീസുകാരെടുത്ത് മോൻ സംസാരിച്ചിട്ടില്ലേ? പിന്നെന്താ, ഫോർച്യൂണർ മാത്രമാക്കണ്ട, നമുക്ക് ഒരു BMW ഒക്കെ വാങ്ങാം. അതും നിന്നെ വിറ്റ് കാശിന് എനിക്ക് BMW. ആ BMW എനിക്ക് വേണ്ട കേട്ടോ. ഫോർച്യൂണർ വാങ്ങാൻ നീ എന്നെ നന്നായിട്ട് ട്രിഗർ ചെയ്യുന്നുണ്ട്. നീ വിചാരിക്കുന്നത് എൻ്റെ വായിൽ നിന്ന് തെറി കേൾക്കും. ഞാൻ നിന്നെ എന്തെങ്കിലുമൊക്കെ പറയുന്നതാണെങ്കിൽ രോഹിത് മോന് തെറ്റി. എൻ്റെ അനിയത്തിൻ്റെ വായ നിനക്കുള്ളൂ. ഞാൻ നിന്നെ തെറി വിളിക്കത്തില്ല കേട്ടോ. നാളെ ഞാൻ ഏതായാലും സ്റ്റേഷനിൽ പോകുന്നുണ്ട്, എല്ലാം ശരിയാക്കി തരാം. ഓക്കെ? പോലീസുകാരോട് വരെ നീ സംസാരിച്ചതല്ലേ? ശരി എന്നാൽ. കോഴിക്കോട് ജില്ല രക്ഷപ്പെട്ടില്ലേ മകനെ? അത്രേ പറയാനുള്ളൂ. നിൻ്റെ പ്ലാൻ ബി ഒന്നും ഇവിടെ നടക്കത്തില്ല. ഞാൻ സ്റ്റേഷനിൽ ഇപ്പോഴേ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ? വന്ന് ചെയ്യടി മയിരെ. നിനക്ക് ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നീ കോൾ എടുക്കും, അല്ലാതെ ഞാൻ പറയണ നാട്ടുകാരെ കേൾപ്പിക്കണ അല്ല. എനിക്ക് എടുത്ത് വേണമെങ്കിൽ സ്റ്റോറി ഇടാം കേട്ടോ. പിന്നെ ഇടാത്തത് ഇട്ടിട്ട കാര്യമില്ല. നിന്നെ പോലൊരു മൈരിനെയൊക്കെ ഞാൻ എങ്ങനെ എൻ്റെ സ്റ്റോറിയിലിടാം? എൻ്റെ കുറച്ച് നല്ല അക്കൗണ്ടാണ്, ഫോളോവേഴ്സൊക്കെ ഉള്ള അക്കൗണ്ടില്ല. അതാണ് നിന്നെ പോലുള്ള മൈരികളുടെ ഫോട്ടോ ഒന്നും ഇടാൻ പറ്റൂല. അതുകൊണ്ടാണ്. എടി നീ നിന്റെ മുഖം കണ്ണാടി നോക്കിയിട്ടുണ്ട്? നിന്റെ ഫോട്ടോ ഞാൻ എങ്ങനെ എടുത്ത് സ്റ്റോറി ഇടണം? ഇതൊന്ന് ആലോചിച്ച് നോക്കിയാണ്. നീ ഒരു കാര്യം ചെയ്യാം, നീ വീട്ടിൽ പോകണം. വീട്ടിൽ പോകുമ്പോൾ മുണ്ട് എടുത്തിട്ട് ഒരു മനുഷ്യക്കുഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ടാവും. നീ തന്തേന്നാണോ എന്താണ് വിളിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങേരുടെ അടുത്ത് പോയി ചോദിക്കണം. ചോദിച്ചിട്ട് നീ എൻ്റെ അടുത്ത് സംസാരിക്കാൻ വാ. ഓക്കെ? നിന്റെ ലൊക്കേഷൻ എവിടെയെന്ന് പറ. നിന്റെ ഫ്രണ്ടിൽ വന്ന് നിന്റെ വീട്ടുകാരെ ഫ്രണ്ടിൽ വെച്ച് ഞാൻ തള്ളക്കിയും വിളിച്ച് വേണമെങ്കിൽ ഇറങ്ങി പോയി കാണിച്ചു തരാം. നിന്റെ ലൊക്കേഷൻ അയച്ചാടി പുണ്ടച്ചിട മോളെ. നീ എന്തിനു പറഞ്ഞ നീ നാളെ ചെയ്യുമെന്ന്? നാളെ എനിക്ക് ഞാൻ വണ്ണാക്കിൽ തരുമെന്നാ? നീ ഇപ്പൊ താടി മയിലേ, നിനക്ക് ഇപ്പൊ ചെയ്യാൻ കഴിവില്ലേ? നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ഇപ്പൊ വന്ന് ചെയ്. നിന്നെ ഞാൻ വെല്ലുവിളിക്കണം. നീ ഒരു മയിലും എന്നെ ചെയ്യൂല കേട്ടോ.
ഞാൻ എൻ്റെ ഫ്രണ്ടിൽ വന്ന് തള്ളക്കി വിളിച്ചാലും നീ എന്നെ തൊടൂല. തൊടാൻ നിനക്ക് കൈ വിറയ്ക്കും കേട്ടാ. അതിനുള്ള നീ ആയിട്ടില്ല. ആവുമ്പോ പറയാം കേട്ടാടി പുണ്ടച്ചിട മോളെ. ഒരു കാര്യം ഞാൻ വേണോ ഇപ്പൊ പറയാം. നിനക്ക് നിർത്തണമെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം. മര്യാദയ്ക്ക് സോൾവ് അടിച്ചിട്ട് പോവാ. അല്ല നിനക്ക് കേസായിട്ട് പോകണം, അങ്ങനെ ഇഷ്യൂ ഉണ്ടാക്കാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നീ പറ. നീ പറയണ സ്ഥലത്ത് ഞാൻ വരാം. എനിക്ക് തോന്നുമ്പോൾ ലൊക്കേഷൻ അയച്ച് വരാം. ഞാൻ എൻ്റെ പട്ടിയ മയിര്. നീ ഇപ്പം ഞാൻ ഇപ്പം സ്പോട്ടിന് വരാം. ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ലൊക്കേഷൻ അയക്കാം. നിനക്ക് കഴിവുണ്ടെങ്കിൽ നീ വന്ന് ചെയ്തിട്ട് പോ. നീ എത്ര ആൾക്കാരെ വേണോ വിളിച്ചു. നീ കഴിവുണ്ടെങ്കിൽ നീ വന്ന് ചെയ്തിട്ട് പോ. ഞാൻ ആദ്യം സോൾവ് അടിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് സംസാരിച്ചാണ്. പിന്നെ നിന്റെ സംസാരം ഒരു കിങ്സ് വാങ്ങിയിട്ടാക്കുക. സംസാരം ശരിയായില്ല. പിന്നെ നീ പറയണ പോലെ തന്നെ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വാ. വേണമെങ്കിൽ ഒരു അവസരം കൂടെ തരാം. ഈ മെസ്സേജ് കേട്ടിട്ട് ആ വഴി വിട്ടോ. അതാണ് നിനക്ക് നല്ലത്. എനിക്കൊരു സീനും ഇല്ല. നിനക്ക് പ്രശ്നം ഉണ്ടാക്കാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നീ തുടങ്ങ്, ഞാൻ തീർക്കാം. എൻ്റെ സ്റ്റോറിയൊക്കെ ഡിലീറ്റ് ആക്കി നിനക്ക് കൊള്ളാം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് വേറെ കലിപ്പാവും. ഇന്ന് രാത്രിക്ക് രാത്രി എൻ്റെ വീട്ടിൽ വന്ന് പണ്ണും കേട്ടോ. അതുകൊണ്ട് മര്യാദയ്ക്ക് സ്റ്റോറിയും ഡിലീറ്റ് ആക്കിയിട്ട് വിട്ടോ. നിനക്ക് പറയാനുള്ള ഞാൻ പറഞ്ഞു. എൻ്റെ കയ്യിലുണ്ട് നിൻ്റെ മൂഞ്ചിയ ഫോട്ടോസ്. എടുത്ത് സ്റ്റോറി ഇടാൻ അറിയാൻ പാടിയിട്ടല്ല. നീ ഒരു പെണ്ണായതുകൊണ്ട് മാത്രമാണ് ഇപ്പം എന്നെ ഞാൻ വെറുതെ വിടണം. ആ സ്റ്റോറിയിൽ ഒന്നാമത് ഞാൻ മാത്രമല്ല ഉള്ള എൻ്റെ പ്രൊഫൈലിൽ. അതിൽ വേറെയും കുറച്ച് ആൾക്കാരുണ്ട്. അവരെയും കൂടെ ഇൻക്ലൂഡിലായി കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ കൈ നീ പിടിച്ചാൽ കിട്ടില്ല. നീ നിൻ്റെ തന്തേനെ വിളിച്ചുകൊണ്ട് വന്നാലും നിനക്കൊരു മൈൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ കേസുകളാവും. സോ നീ ആ പ്രൊഫൈലുള്ള വീഡിയോ മാത്രം ഡിലീറ്റ് ആക്കും. നിൻ്റെ നല്ലതിന് വേണ്ടിയാണ് ഞാൻ പറയണം. വേറെ നീ എന്തൊരു മൈര ചെയ്തോ എന്നെ കുറിച്ചുള്ളത്. ആ പ്രൊഫൈലിലുള്ള മാത്രം നീ ഡിലീറ്റ് ആയിരിക്കും. പറയാനുള്ള ഞാൻ പറഞ്ഞു. ഞാനിവിടെ ജോലിക്ക് തന്നെ വെക്കണം. എനിക്കിവിടെ സ്വന്തമായിട്ട് കടമുള്ളതല്ല. മനസ്സിലായ? നീ മാത്രമല്ല. ഞാൻ ഇനി പറയാനുള്ള ഞാൻ പറഞ്ഞു. നിനക്ക് സ്റ്റോറി ഡിലീറ്റ് ആക്കാൻ പറ്റുമെങ്കിൽ ആക്ക്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം കേട്ടോ. മനസ്സിലായ? നീ കേസ് കൊടുക്കാനാണ് തീരുമാനം. ഒന്നാമത് 10-15 കേസ് ഉണ്ട്. എൻ്റെ കൂടെ ഒരു കേസ് അത്ര തന്നെ മൈര. അല്ലാതെ നീ ഒരു മൈരും വരാനില്ല. മനസ്സിലായ? നീ കൊണ്ട് കേസ് കൊടു. നീ കേസ് കൊടു. എന്നിട്ട് സംസാരിക്കാം. ഓക്കെ? ഇഷ്ടം പോലെ വക്കീലുണ്ട്. നീ കൊണ്ട് കേസ് കൊടു കേട്ടാ. നീ കേസ് കൊടുത്തിട്ട് പറയണം കേട്ടടി മൈരേ. ഞാൻ എൻ്റെ നേരിട്ട് വന്നേക്കും. നീ ഒരു മൈരും എന്നെ ചെയ്യൂലല്ല. നീ എന്തിനു ചെയ്യും? നീ എന്നെ മനസ്സിലായില്ല. നീ ഒരു മൈരും ചെയ്യൂല. അത്ര തന്നെ ഇരിക്കുകയാണെന്ന് എനിക്ക് എനിക്ക് എൻ്റെ അടുത്ത് സംസാരിച്ചൊക്കെ തീരെ സമയമില്ല. അത് നിന്നെ പോലെ ഒരു മൈരിൻ്റെ അടുത്ത് നീ കേസ് കൊടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ വിളിക്കട്ടെ. അപ്പം ഞാൻ എന്നെ വിളിക്കാം. എനിക്ക് വയ്യ എൻ്റെ അടുത്ത് സംസാരിക്കും. നിന്നെ പോലെ ഒരു മൈരിൻ്റെ അടുത്ത്. നീ ഇത് കേട്ടിട്ട് പിന്നെയും വോയിസ് ഇടുമെന്ന് അറിയാം. കാരണം നിനക്ക് വേറെ പണിയില്ലാതെ നീ ഇരിക്കുകയാണെന്ന് എനിക്കറിയാം. സോ നീ വോയിസ് ഇട്ടുകൊണ്ടിരി. നാളെ കാണാം നമുക്ക്. നീ എന്തിനാണ് വിചാരിച്ചിരിക്കണം? നീ ഇടുന്നതൊക്കെ ഞാൻ എന്നെ എടുത്ത് സ്റ്റോറി ഇട്ട് നിനക്ക് ഫോളോവേഴ്സ് കയറും. അതല്ലേ ഒരു മൈര് നടക്കൂല. ഇതിൻ്റെ ഒരു ഫോട്ടോ പോലും എടുത്ത് സ്റ്റോറി ഇടില്ല പോരെ. നീ ഇത്ര എന്തിനാണ് ചെയ്യണമെന്ന് എനിക്കറിയാം. നീ ഒരു മൈരും ചെയ്യൂല. നീ ഇത്രയും കൊണ്ട് കേസ് എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ കയറി ഇങ്ങനെ നിന്നെ ചീത്ത വിളിക്കണമെന്നുണ്ടെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്ക് മൈര് കേട്ടാ. എനിക്ക് ചുമ്മാ എൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റുമല്ലോ. നിന്റെ മോൻ കാണുമ്പോൾ തന്നെ എനിക്ക് അറപ്പ് തോന്നണം. മൈരെ ഒന്ന് വെച്ചിട്ട് പോവോ? നിനക്ക് എന്തൊരു മൈരെ വെച്ചിട്ട് പോടി മൈരെ. ഒന്ന് നീ കൊണ്ട് കേസ് കൊടു മൈരെ മാത്രം. ചില ചേട്ടന്മാർ പറഞ്ഞു ഞാൻ ക്യാഷ് കൊടുത്ത് ഇത് പ്ലാൻ ചെയ്ത് ചെയ്യിപ്പിച്ചാണ്. അവരും തന്നെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. നീ തെളിവ് കൊണ്ടുവരണം. സീരിയസ് ആയിട്ട് പറയണം. നീ തെളിവ് കൊണ്ടുവന്നിട്ട് നീ ഇന്ന് എന്താ വെച്ചാൽ പറഞ്ഞോ. എന്റെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ അയച്ച മെസ്സേജ് നിനക്ക് കൊണ്ടുവരാൻ ധൈര്യം ഉണ്ടെങ്കിൽ നിന്റെ കാലിൽ ഞാൻ വീഴും. നിന്റെ അടുത്ത് മാപ്പിയാൻ പറയും. നിനക്ക് അതിനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ നീ കൊണ്ടുപോകാം. കൊച്ചു ചെറുക്കനെ വെച്ച് റീച്ച് ഉണ്ടാക്കാൻ നിനക്ക് നാളെ ഒരു ചേട്ടൻ ചോദിച്ചിട്ടുണ്ട്. ആ ചേട്ടനോട് എനിക്ക് പറയാനുള്ളത്, ചേട്ടന്റെ വീട്ടുകാരെ ഒരുത്തം വന്നിട്ട് എടാ നിന്റെ തന്ത കൊലായിൽ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ എങ്ങനെ ഉണ്ടാവും? കൊലായിൽ ഇരിക്കുന്ന നിന്റെ തന്തയോട് പോയി ചോദിക്കണം. അത് നിന്റെ തന്തയാണോ എന്ന് ചോദിച്ചാൽ ചേട്ടൻ മോനെ നിനക്ക് 16 ആയിട്ടുള്ളൂ. വെൽഡൻ ബോയ് പൊക്കോന്ന് പറയും. പൊക്കോന്ന് പറയും. അമ്മയ്ക്ക് വിളിച്ചാലും പറയും മോനെ നീ വിളിയടാ. നീ വിളിക്കാനുള്ളതൊക്കെ നീ വിളിക്കുന്നു പറയോ. പിന്നെ എനിക്കിത് പറയാനുള്ളത് നീ തെളിവ് വെച്ചിട്ട് എന്താ വെച്ചു? നീ തെളിവ് കൊണ്ടുവന്നിട്ട് നീ ഇതിനുള്ള എവിഡൻസ് കൊണ്ടുവന്നാണ് നീ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ എനിക്ക് മിസ്റ്റേക്ക് വരുന്നുണ്ട് കേസ്. ഞാൻ അത്രയ്ക്കും കാരണം അവന്റെ കമന്റ് ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ ചീത്ത പറയുന്നുണ്ട്, തെറി വിളിക്കുന്നുണ്ട്. എവിഡൻസ് ഞാൻ കൊണ്ടുവന്ന് പറയുന്നുണ്ട്. സോ എവിഡൻസ് കൊണ്ടുവന്നിട്ട് നിന്റെ അക്കൗണ്ടിൽ നീ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞതാണെന്ന്. ഞാൻ നാളെ സ്റ്റേഷനിൽ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞതാണെന്ന് പോലീസുകാർ വരെ പറഞ്ഞാൽ, സ്റ്റേഷനിൽ നിന്ന് വരെ പറഞ്ഞാൽ ഞാൻ നിന്റെ കാലിൽ വീട് പറയും. ഓക്കെ? ഞാൻ പരാതി കൊടുത്ത മഹാൻ കമന്റ് ബോക്സിൽ വന്ന് പറഞ്ഞു IPC സെക്ഷൻ ഒക്കെ എന്തിന്റെ ബേസിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് വീഡിയോ എടുത്തത്. ഞാൻ ആ സാർമാരോട് ചോദിച്ചിട്ടാണ് വീഡിയോ എടുത്തത്. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും സാറേ എന്ന് പറഞ്ഞിട്ട് ആ സാറിന്റെ കൈ വരെ എടുക്കുമ്പോൾ സാറിനെ കാണിച്ചോണ്ടാണ് വീഡിയോ എടുക്കണം. സാർ ഇത് എടുത്തിട്ടുണ്ട് കേട്ടോ. നീ കൂടുതൽ കമന്റ് ബോക്സ് കിടന്ന് കളിക്കാതെ നീ നേരിട്ട് വാ. നമുക്ക് മുഖത്ത് നിന്നിട്ട് നീ വിളിച്ച തെറി മൊത്തം നീ എന്റെ മുഖത്ത് നോക്കി വിളിക്കണം. പിന്നെ നീ പറഞ്ഞ എവിഡൻസ് മൊത്തം നീ കാണിക്കുകയും ചെയ്യണം. എനിക്ക് നല്ല ദേഷ്യമുണ്ട്. സീരിയസ് ആയിട്ട് ഞാൻ പ്രഷറായി നിൽക്കുകയാണ്. നീ ഇത് മൊത്തം കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ
ബാക്കി ഞാൻ പറഞ്ഞുതരാം. ഇത്രയൊക്കെ അതിന് വർത്താനം പറഞ്ഞല്ലേ, കൊണ്ടുവന്നേ പറ്റും. ഇത്രയൊക്കെ എന്നെ പറഞ്ഞല്ലേ. എനിക്ക് നാളെ അരി വാങ്ങിക്കണോ? റേഷൻ പീടിക ചെന്നാൽ ഈ പേര് വന്നാൽ എനിക്ക് അരി കിട്ടുമല്ലോ. സോ അരി മേടിക്കണ്ടാണ്, എന്തായാലും തെളിവ് കൊണ്ട് നീ വരണേ കേട്ടാ.